ഹായ് എവരിവൺ, എൻ്റെ പേര് നീതു. ഞാൻ ഡി കാർമൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു ഫോമർ സ്റ്റുഡൻ്റാണ്. എൻ്റെ NCLEX RN എക്സാം ജേർണിയെ കുറിച്ചിട്ട് ചെറിയൊരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഞാനൊരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് ഗ്രാജുവേറ്റ് ആയതുകൊണ്ട് തന്നെ NCLEX RN എക്സാമിനെ പറ്റിയിട്ട് യാതൊരുവിധ ഐഡിയയും എനിക്കില്ലായിരുന്നു. എങ്ങനെ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ ക്വസ്റ്റ്യൻസിനെ പ്രയോറിറ്റൈസ് ചെയ്യണം, ഏത് സ്റ്റഡി മെറ്റീരിയൽ യൂസ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട് ഫുള്ളി കൺഫ്യൂസ്ഡ് ആയിരുന്നു ഞാൻ. ആ സമയത്താണ് ഡി കാർമൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി കേൾക്കുന്നതും അനിൽ സാറിനെ കുറിച്ച് കേൾക്കുന്നതും. ഞാൻ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ്. ബിക്കോസ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ NCLEX എക്സാം ഇത്ര സ്മൂത്ത് ആയിരിക്കും, എക്സാം ഇത്ര ഈസി ആയിട്ട് എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവും എന്നുള്ളതും. പക്ഷേ ഞാൻ അത് പാസ്സായതിൻ്റെ മെയിൻ റീസൺ ഞാനൊരു റൈറ്റ് പ്ലാറ്റ്ഫോമിൽ വന്നതുകൊണ്ട് മാത്രമാണ്. അതുപോലെ അനിൽ സാറിൻ്റെ സപ്പോർട്ടും പ്രയേഴ്സും ഗൈഡൻസും ഉള്ളതുകൊണ്ട് മാത്രമാണ്. സാറിൻ്റെ ലൈവ് സെക്ഷൻ ക്ലാസ്സസിനെ പറ്റി പറയുമ്പോൾ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ലൈവ് സെക്ഷൻ ക്ലാസ്സസ് ആണ് സാറിനുള്ളത്. മോർണിംഗ് ആൻഡ് ഈവനിങ് സെക്ഷൻസ്. ഈവൻ വർക്കിംഗ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആണെങ്കിൽ പോലും ഏത് ക്ലാസ്സിൽ വേണമെന്നെങ്കിൽ ഏത് ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യാം. അതിനകത്ത് യാതൊരു ബാരിയേഴ്സും ഇല്ലായിരുന്നു. ഞാനൊരു മോർണിംഗ് ക്ലാസ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഫ്ലെക്സിബിളായിട്ട് എൻ്റെ ജോലിയിൽ എനിക്ക് പോകുന്നതിന് യാതൊരു ബാരിയേഴ്സും ഇല്ലായിരുന്നു. സാറിൻ്റെ ലൈവ് സെക്ഷൻ ക്ലാസ്സസ് വളരെ ഇൻട്രാക്റ്റീവ് ആയിരുന്നു. എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും മാക്സിമം ഡിസ്കസ് ചെയ്യുകയും എല്ലാ സ്റ്റുഡൻസിനെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ലൈവ് സെക്ഷൻ ക്ലാസ് വളരെ ഇൻട്രാക്റ്റീവ് ആയിരുന്നു. ഒരു ബോറഡിയോ ഫീലിങ്ങോ ഒന്നും പേഴ്സണലി എനിക്കില്ലായിരുന്നു. ഈവൻ ഏത് ഡൗട്ട് ചോദിച്ചാലും ഏത് കണ്ടൻറ്റിനെ പറ്റിയിട്ട് ഡൗട്ട് ചോദിച്ചാലും സാർ അത് ക്ലാരിഫൈ ചെയ്ത് അത് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിലോട്ട് പോകുന്നത്. എല്ലാ സ്റ്റുഡൻസിനെയും പ്രയോറിറ്റൈസ് ചെയ്യാനും എല്ലാ സ്റ്റുഡൻസിനും ഒരു സ്പേസ് കൊടുക്കാൻ സാറ് വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. ഏകദേശം ഒരു 1 വീക്ക് ക്ലാസ് എൻറോൾ ചെയ്തതിന് ശേഷം എനിക്ക് മനസ്സിലായി എങ്ങനെ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യണമെന്നും ക്വസ്റ്റ്യൻസിനെ പ്രയോറിറ്റൈസ് ചെയ്യണമെന്നും ഏത് സ്റ്റഡി മെറ്റീരിയൽസ് യൂസ് ചെയ്യണം, എത്രമാത്രം ക്വസ്റ്റ്യൻസ് പെർ അവർ പെർ ഡേ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്നും വർക്കൗട്ട് ചെയ്യണമെന്നതിനെ പറ്റിയിട്ട് എനിക്കൊരു ഐഡിയ അനിൽ സാറിൻ്റെ ക്ലാസ്സിലൂടെ ആഫ്റ്റർ 1 വീക്ക് എനിക്കത് മനസ്സിലായി. സാറിൻ്റെ ക്ലാസ്സിൽ എൻറോൾ ചെയ്യുന്ന എല്ലാവർക്കും 24/7 ആക്സസ് ആയിട്ടുള്ള ലൈബ്രറി റിസോഴ്സസ് ഉണ്ടായിരുന്നു. എല്ലാ കണ്ടന്റുകളും എല്ലാ സിസ്റ്റംസും കവർ ചെയ്തിട്ടുള്ള PPTs, സ്ലൈഡ് ഷെയർസ്, ക്വസ്റ്റ്യൻസുകൾ എല്ലാം അതിനകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് സ്റ്റുഡൻസിന് പുറത്തുനിന്ന് ഒരു റിസോഴ്സസോ പുറത്തുനിന്ന് ഒരു ഓൺലൈൻ മീഡിയാസിനെ സെർച്ച് ചെയ്യേണ്ട ആവശ്യമോ അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. കാര്യം ഞങ്ങൾക്ക് അക്സസിബിൾ ആയിട്ടുള്ള ഒരു ഫുള്ളി റിസോഴ്സബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് തന്നെ ഉണ്ടായിരുന്നു. എല്ലാ സ്റ്റുഡൻസിനെ പറ്റിയിട്ടും സാറിനൊരു തറവായിട്ടുള്ളൊരു നോളജ് ഉണ്ടായിരുന്നു. ഞാനൊരു ബഡ്ഡിങ് പ്രോസസ്സിലായിരുന്നുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഫസ്റ്റ് ഡേ മുതൽ ലാസ്റ്റ് ഡേ വരെ സാറിൻ്റെ ഗൈഡൻസ് എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഞാൻ അത് തന്നെ മാക്സിമം ഫോളോ ചെയ്യാനായിട്ട് ട്രൈ ചെയ്തിരുന്ന ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു. സാറ് പറയുന്ന എന്ത് കാര്യം ഉണ്ടെങ്കിലും സാറിനോട് തന്നെ ഡിസ്കസ് ചെയ്യുമായിരുന്നു. ഈവൻ ഏത് സ്റ്റഡി മെറ്റീരിയൽ ഞാൻ യൂസ് ചെയ്യണം എന്നും എങ്ങനെ ഞാൻ എൻ്റെ ടൈമിനെ പ്രയോറിറ്റൈസ് ചെയ്യണം എന്നുള്ളതൊക്കെ എനിക്ക് ഫ്രീ ടു ആസ്ക് ആയിരുന്നു സാറിനോട്. ഞാൻ അനിൽ സാറിനോട് ഒരുപാട് താങ്ക്ഫുള്ളാണ്. എൻ്റെ NCLEX എക്സാം ഇത്ര ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എന്നെ ബ്രേക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തതിന്. ഞാനിപ്പോൾ ഒരു RN ആയിട്ട് വർക്ക് ചെയ്യുവാണ്. സോ എൻ്റെ ഇപ്പോഴത്തെ ഒരു ഹാപ്പിനെസ്സിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അനിൽ സാറാണ്. അതുകൊണ്ട് ട്രൂലി ബിലീവ് ചെയ്യുന്നൊരു പേഴ്സണാണ് നിങ്ങളെങ്കിൽ 100% ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അനിൽ സാറിൻ്റെ ക്ലാസ്സസും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ക്ലാസ് തന്നെയാണ്. ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ ആൻ NCLEX RN എക്സാം.